നിറക്കാഴ്ചയായി തൃശൂർ പൂരം പെയ്തിറങ്ങി. താളവാദ്യവർണ്ണ വിസ്മയത്തിലലിഞ്ഞ് ശക്തന്റെ തട്ടകം. പൂരപ്രേമികളുടെ മനം നിറച്ച് കുടമാറ്റം. തിരുവമ്പാടി പാർമേക്കാവ് വിഭാഗങ്ങൾ നടത്തിയ കുടമാറ്റത്തിന് സാക്ഷ്യം വഹിച്ച ജനസാഗരം. ഗജവീര പെരുമയിൽ വടക്കുന്നാഥനിലേക്ക് എഴുന്നള്ളി ഘടകപൂരങ്ങൾ. മേളപ്പെരുക്കത്തിൽ താളമിട്ട പൂരപ്രേമികൾ. നാദ വിസ്മയമൊരുക്കി പൂരം. പൂരപ്പെരുമ കാത്ത തിരുവമ്പാടിയുടെ മഠത്തിൽ വരവ് പഞ്ചവാദ്യം. വാനോളം കൊട്ടിക്കയറി പാർമേക്കാവിന്റെ ഇലഞ്ഞിത്തറ മേളം. ആവേശത്തിൽ അലിഞ്ഞ മേളപ്രേമികൾ. പവർട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിലെ വിശുദ്ധ ഔസേ പിതാവിന്റെ ഊട്ടുതിരുനാളിന് നാളെ തുടക്കമാകും. കൂടുതുറക്കൽ ശുശ്രൂഷ വൈകിട്ട്. കുഴൂർ പാറപ്പുറത്ത് 2 പേർ കിണറ്റിൽ അകപ്പെട്ടു. ഇരുവരെയും അഗ്നിരക്ഷാസേനയും നാട്ടുകാരും ചേർന്ന് രക്ഷപ്പെടുത്തി. കാട്ടകാമ്പാൽ പൂരം നാളെ. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ തിരുവുത്സവത്തിന് ഞായറാഴ്ച കൊടിയേറും. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. മണ്ണിലും വിണ്ണിലും മതിവര കാഴ്ചകൾ നിറച്ച തൃശൂർ പൂരം പൂത്തുലഞ്ഞു. ശക്തന്റെ തട്ടകത്തെ പൂരക്കടലാക്കി ജനസാഗരം പൂരത്തിൽ അലിഞ്ഞു ചേർന്നു. ചിട്ടതെറ്റാതെ കണിമംഗലം ശാസ്താവ് വടക്കുന്നാഥനിലേക്ക് എത്തിയപ്പോൾ തന്നെ പുരുഷാരം പൂരത്തിരക്കിലായിരുന്നു. തുടർന്ന് കണിമംഗലം ശാസ്താവും ചെമ്പുകാവും പനമുക്കും പിള്ളിയും കാരമുക്കും ലാലൂരും ചൂരക്കോട്ടുകാവും അയ്യന്തോളും എത്തിയതിനു പിന്നാലെ നെയ്തലക്കാവിലമ്മ എത്തിയതോടെ ശ്രീമൂലസ്ഥാനം ജനസാഗരമായി. വഴിനീളെ പറയെടുപ്പോടെയായിരുന്നു തിരുവമ്പാടി ഭഗവതിയുടെ മഠത്തിലേക്കുള്ള എഴുന്നള്ളിപ്പ്. 11:30 കൊമ്പൻ തിരുവമ്പാടി ചന്ദ്രശേഖരന്റെ ശിരസിലേറി തിരുവമ്പാടി ഭഗവതിയുടെ മഠത്തിൽ വരവ് തുടങ്ങി. മഠത്തിന് മുൻപിൽ കോങ്ങാട് മധു പതിക്കാലത്തിൽ തിമിലയിൽ താളമിട്ടു. നടുവിലാലിൽ പഞ്ചവാദ്യം അവസാനിപ്പിച്ച് പാണ്ടിമേളത്തിന്റെ അകമ്പടിയോടെയായിരുന്നു വടക്കുംനാഥനിലേക്ക് ചേരനല്ലൂർ ശങ്കരൻകുട്ടിമാരാരുടെ 2ാം പ്രമാണത്തിൽ തിരുവമ്പാടി ഭഗവതിയുടെ എഴുന്നള്ളത്ത്. കത്തിജ്വലിക്കുന്ന മേടച്ചൂടിൽ ഉച്ചയ്ക്ക് 12:25 പാർമേക്കാവ് ഭഗവതിയുടെ പുറത്തേക്കെഴുന്നള്ളത്ത് പ്രൗഢഗംഭീരമായി. 15 ആനകളുടെ അകമ്പടിയോടെ ഗുരുവായൂർ നന്ദന്റെ ശിരസിൽ സ്വർണവർണ്ണ തിളക്കത്തിൽ രാജകീയ എഴുന്നള്ളിപ്പിന് കിഴക്കൂട്ട അനിയന്മാരാരുടെ പാണ്ടിമേളം അകമ്പടിയേകി. പൂരം പുരുഷാരത്തെ ഇളക്കിമറിച്ച് വടക്കുന്നാഥ ക്ഷേത്ര മൈതാനത്തെ മതിൽനകത്തെ ഇലഞ്ഞിച്ചൂട്ടിൽ ലോകോത്തര ക്ലാസിക്കൽ സിംഫണിയായി ഇലഞ്ഞിത്തറ മേളം മുറുകി. കടലിരുമ്പുന്ന ജനസാഗരത്തെ ആറാടിച്ച് ഇരു ഭഗവതിമാരും സായം സന്ധിയിൽ തെക്കോട്ടിറങ്ങി കുടമാറ്റം കൊണ്ട് പൂരപ്രേമികൾക്ക് നിറക്കൂട്ടുകളുടെ അപൂർവ വിരുന്നൊരുക്കി. രാത്രി പകൽ പൂരത്തിന്റെ തനിയാവർത്തനം. വെളുപ്പിന് പാറമേക്കാവ് തിരുവമ്പാടി വിഭാഗങ്ങൾ ഊഴമനുസരിച്ച് കമ്പക്കെട്ടിന് തീ കൊളുത്തി രൗദ്രത തീർക്കും. ശനിയാഴ്ച രാവിലെ ഇരു ഭഗവതിമാരും വടക്കുന്നാഥ സന്നിധിയിലേക്ക് എഴുന്നള്ളും. ഇരുവിഭാഗത്തിന്റെ മേളം കൊട്ടിക്കലാശിക്കുന്നതോടെ ഇരു ഭഗവതിമാരും ഉപചാരം ചൊല്ലിപ്പിരിയും. പകൽ വെടിക്കെട്ടോടെ അടുത്ത പൂരത്തിനായുള്ള കാത്തിരിപ്പായിരിക്കും ഇനി പൂരപ്രേമികൾക്ക്. TCV ന്യൂസ്, തൃശൂർ. മാരുവിൽ അഴക് തീർത്ത വർണ്ണക്കുടമാറ്റം. പാർമേക്കാവ് തിരുവമ്പാടി വിഭാഗങ്ങൾ നടത്തിയ കുടമാറ്റത്തിലെ രൂപവർണ്ണ വൈവിധ്യങ്ങളിലെ മത്സരാവേശം കാണികളിൽ ദൃശ്യവസന്തമായി. ഇലഞ്ഞിത്തറ മേളത്തിന് ശേഷമുള്ള തെക്കോട്ടിറക്കത്തെ തുടർന്നായിരുന്നു വിശ്വപ്രസിദ്ധമായ കുടമാറ്റം. പാറമേക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റി ഗുരുവായൂർ നന്ദൻ ഉൾപ്പെടെയുള്ള 15 ആനകൾ പ്രദക്ഷിണ വഴിയിലേക്ക് ഇറങ്ങുമ്പോഴേ ആനപ്പുറത്ത് പട്ടുകുടകൾ മാറി മാറി നിവർത്താൻ തുടങ്ങിയിരുന്നു. തുടർന്ന് പ്രദക്ഷിണ വഴിയിൽ പാറമേക്കാവ് വിഭാഗം ആനകളും വടക്കുനാഥ ക്ഷേത്രത്തിൻ്റെ തെക്കേ ഗോപുരവാതിലിന് സമീപം തിരുവമ്പാടി ചന്ദ്രശേഖരൻ ഉൾപ്പെടെയുള്ള 15 ആനകളും പരസ്പരാഭിമുഖമായി അണിനിരന്നതോടെ മത്സരാവേശവും വർണ്ണവൈവിധ്യ വിസ്മയങ്ങളും നിറഞ്ഞ കുടമാറ്റത്തിന് തുടക്കമായി. വർണ്ണശബളിമയാർന്ന പട്ടുകുടകൾ, ഇരുനിലക്കുടകൾ, ദേവീദേവന്മാരുടെ രൂപങ്ങൾ, LED കുടകൾ, തെയ്യം, കഥകളി തുടങ്ങി വിവിധ ശില്പരൂപത്തിലുള്ള ആകർഷകങ്ങളായ സ്പെഷ്യൽ കുടകൾ എന്നിവ മാറി മാറി വാനിലുയർന്നപ്പോൾ കാണികളുടെ ആവേശം മാനം മുട്ടയുയർന്നു. ഓരോ വിഭാഗവും വിവിധ വർണ്ണങ്ങളിലും ഡിസൈനുകളിലുമുള്ള 50-ലേറെ സെറ്റ് പട്ടുകുടകളും 10-ലേറെ സെറ്റ് സ്പെഷ്യൽ കുടകളുമായാണ് കുടമാറ്റത്തിൽ ദൃശ്യവിരുന്നേകിയത്. നാടിൻ്റെ നാനാഭാഗത്തു നിന്നും ഒഴുകിയെത്തിയ ജനസാഗരം കുടമാറ്റത്തിന് സാക്ഷ്യം വഹിച്ചു. ഫെസ്റ്റിവൽ ഡെസ്ക്, TCV. ഗജവീര പെരുമയിൽ എഴുന്നള്ളിയ ഘടകപൂരങ്ങളുടെ വരവോടെയാണ്
പൂരങ്ങളുടെ പൂരത്തിന് തുടക്കമായത്. നേരം പുലർന്നതു മുതൽ മേടച്ചൂട് വകവയ്ക്കാതെ ശക്തന്റെ പ്രദക്ഷിണ വീതിയിലേക്ക് ഒഴുകിയെത്തിയത് പതിനായിരങ്ങളാണ്. കാത്തിരുന്ന പൂരം വന്നെത്തിയതോടെ പൂരനഗരി ജനസാഗരമായി മാറാൻ അധിക നേരം വേണ്ടിവന്നില്ല. പൂരപ്പുലരിയിൽ വടക്കുന്നാഥ സന്നിധിയിൽ കതിനവെടി മുഴങ്ങിയതോടെ പൂരവിസ്മയത്തിനുള്ള മുന്നറിയിപ്പായി. കണിമംഗലം ശാസ്താവാണ് ആദ്യമെത്തിയത്. പൂരത്തലേന്ന് പൂരവിളംബരമറിയിച്ച് നെയ്തലക്കാവിലമ്മ തുറന്നിട്ട വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുരനടയിലൂടെ മതിൽക്കകത്തെത്തി വടക്കുന്നാഥനെ വണങ്ങി ശ്രീമൂലസ്ഥാനത്തെത്തിയതോടെ മേളപ്പെരുക്കത്തിന്റെയും തിങ്ങി നിറഞ്ഞ പുരുഷാരത്തിന്റെ ആർപ്പുവിളികളോടെയും പൂരനഗരി ആവേശത്തിമർപ്പിലായി. ആചാരപ്പെരുമ നിറച്ച് പനമുക്കംപള്ളി ശാസ്താവ്, ചിമ്പൂക്കാവ് കാർത്യായനി ഭഗവതി, കാരമുക്ക് ഭഗവതി, ലാലൂർ കാർത്യായനി ഭഗവതി, ചൂരക്കോട്ടുകര ദുർഗാദേവി, അയ്യന്തോൾ കാർത്യായനി ഭഗവതി, കുറ്റൂർ നെയ്തലക്കാവ് ഭഗവതി എന്നിവരെല്ലാം വടക്കുന്നാഥ സന്നിധിയിലെത്തി. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ അടക്കമുള്ള കേരളത്തിലെ എണ്ണം പറഞ്ഞ ഗജകേസരികളെല്ലാം അണിനിരന്നതായിരുന്നു 8 ഘടകക്ഷേത്രങ്ങളുടെയും പൂരം. പാരമ്പര്യത്തിന്റെ പ്രമാണം ചെണ്ടക്കൂലിലൂടെ കാലങ്ങൾ കൊട്ടിക്കയറിയപ്പോൾ താളമിട്ടും ആർപ്പുവിളിച്ചും തുള്ളിച്ചാടിയുമെല്ലാം കുരുന്നുകൾ മുതൽ മുതിർന്നവർ വരെ ഒരേ മനസ്സോടെ പൂരാവേശത്തിൽ അലിഞ്ഞു. ഗജവീര ചന്തം ചുരിയുന്ന ആനയൊരുക്കങ്ങളാലും കൊമ്പന്മാർക്ക് അകമ്പടിയേകിയ പാണ്ഡ്യയുടെ രൗദ്രതയും പഞ്ചവാദി പെരുമയുമെല്ലാം പൂരപ്രേമികൾക്ക് ദൃശ്യശ്രവ്യ വിരുന്നൊരുക്കിയാണ് പകൽപൂരം പൊട്ടിക്കലാശിച്ചത്. ഫെസ്റ്റിവൽ ഡെസ്ക് TCV. പഞ്ചവാദ്യ പെരുമയാൽ വിശ്വപ്രസിദ്ധമായ തിരുവമ്പാടിയുടെ മഠത്തിൽ വരവിൽ മതിമറന്ന പൂരപ്രേമികൾ. വേവുന്ന ചൂടിനെ അവഗണിച്ച് പഞ്ചവാദ്യം ആസ്വദിക്കാനെത്തിയത് സ്ത്രീ പുരുഷ ഭേദമന്യേ വൻജനാവലി. തിരുവമ്പാടി വിഭാഗത്തിന്റെ മഠത്തിലേക്കുള്ള വരവിനെ തുടർന്ന് ബ്രഹ്മസം മഠത്തിലെ ആറാട്ടിന് ശേഷം രാവിലെ 11:30 മൂന്നാനപ്പുറത്ത് ആരംഭിച്ച മഠത്തിൽ വരവെഴുന്നള്ളത്തിന് തിരുവമ്പാടി ചന്ദ്രശേഖരൻ തിടമ്പേറ്റി. 7 വർഷമായി മഠത്തിൽ വരവ് പഞ്ചവാദ്യത്തിന് പ്രാമാണികത്വം വഹിച്ച കോങ്ങാട് മധുവാണ് ഇത്തവണയും പഞ്ചവാദ്യം നയിച്ചത്. പൂരം പൂർവാധികം ഭംഗിയാവണമെന്ന് മോഹൻല അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മൾ ആ കഴിയുന്നിടത്തോളം എന്താ വെച്ചാൽ അധ്വാനിക്കാം എന്നുള്ളതല്ലാതെ അതിലപ്പുറമൊന്നും പറയാനില്ല. ഭംഗിയാവുന്നതാണ് പ്രതീക്ഷ. മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും പൂരത്തിനോടുകൂടി കൊല്ലം പൂർവാധികം വെറും വാക്കല്ല, കാര്യങ്ങളെല്ലാം അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. പൂരം കാണുക, ആസ്വദിക്കുക. സംഗീതാത്മകമായ പതികാലവും ആവേശത്തിലാഴ്ത്തുന്ന ഇടകാലവും പിന്നിട്ട് വാദ്യങ്ങളെ ഏറ്റിച്ചുരുക്കുന്ന ത്രിപുടയിലൂടെ കാണികൾ പഞ്ചവാദ്യ ലഹരിയിൽ ആമക്തരായി. മദ്ദളത്തിൽ കോട്ടയ്ക്കൽ രവി, ഇടയ്ക്കയിൽ പല്ലശന സുധാകരൻ, ഇലത്താളത്തിൽ ചേലക്കര സൂര്യനാരായണൻ, കൊമ്പിൽ മച്ചാട് മടത്തിലാത്തു മണികണ്ഠൻ എന്നിവർ നേതൃത്വം നൽകി. 3 ആനപ്പുറത്ത് ആരംഭിച്ച എഴുന്നള്ളിപ്പ് സ്വരാജ് റൗണ്ടിലെത്തിയതോടെ 7 ആനകൾ അണിനിരന്നു. തുടർന്ന് 3 മണിയോടെ നായ്ക്കനാൽ പന്തലിലെത്തി പഞ്ചവാദ്യം കലാശിച്ചു. ഫെസ്റ്റിവൽ ഡെസ്ക് TCV. തിരുവമ്പാടി വിഭാഗത്തിന്റെ മഠത്തിൽ വരവിനെ തുടർന്ന് നായ്ക്കനാലിൽ നിന്ന് 15 ആനകൾ അണിനിരന്ന് ശ്രീമൂലസ്ഥാനത്തേക്ക് നടന്ന എഴുന്നള്ളിപ്പ് പൂരപ്രേമികളുടെ ആവേശം ഉച്ചസ്ഥായിലാക്കി. ഗജരാജൻ തിരുവമ്പാടി ചന്ദ്രശേഖരൻ തിടമ്പേറ്റി. ഇടത് പുതുപ്പുള്ളി സാധുവും വലത് കുട്ടൻകുളങ്ങര അർജുനനുമൊപ്പം ലക്ഷണമൊത്ത ഗജവീരന്മാർ അണിനിരന്ന എഴുന്നള്ളിപ്പിന് ചേരാനെല്ലൂർ ശങ്കരന്മാരാർ പ്രാമാണികത്വം വഹിച്ച പാണ്ടിമേളം അകമ്പടിയായി. പൂരപ്രേമികളായ ജനസാഗരം പാണ്ടിമേളത്തിന്റെ ഉച്ചസ്ഥായികളുടെ ആവേശലഹരിയിൽ കയ്യും മെയ്യും താളാത്മകമാക്കി ആസ്വദിച്ചു.
ഉരുട്ടുചണ്ടയിൽ ചേരനല്ലൂർ ശങ്കരൻകുട്ടി മാരാരും, കുഴലിൽ അനിൽ കൊമ്പത്തും, വീക്കം ചണ്ടയിൽ പേരാമംഗലം അനിയൻകുട്ടിയും, ഇലത്താളത്തിൽ ഏഷ്യാട് ശശിയും, കൊമ്പിൽ ഓടക്കാലി മുരളിയും നേതൃത്വം നൽകിയ മേളം ശ്രീമൂലസ്ഥാനത്തെത്തി കലാശം കൊട്ടി സമാപിച്ചു. തിരുവമ്പാടി വിഭാഗത്തിന്റെ വിശ്വപ്രസിദ്ധമായ മഠത്തിൽ വരവിന് ആശംസകളുമായി മന്ത്രിയും സ്ഥാനാർത്ഥികളും എത്തി. പൂരത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചിട്ട് ഏതാണ്ട് ഒരു വർഷക്കാലമായി. എങ്കിലും പൂരത്തിനോട് അടുക്കുമ്പോൾ പല വിധത്തിലുള്ള ആശങ്കകളുണ്ടാകും. എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട്, മേളവുമായി ബന്ധപ്പെട്ട്, കോടതി വിധികളുമായി ബന്ധപ്പെട്ട് അതിനൊന്നും അടിസ്ഥാനമില്ലാത്ത വിധം എല്ലാവർക്കും ആഹ്ലാദിക്കാൻ കഴിയുന്ന ഒരു പൂരമാണ്. പൂരത്തിന് ഇത്ര ആളുകളുടെ എണ്ണം കൂടുതലാണ്. ലോകത്തെ മുഴുവൻ വരവേൽക്കാൻ തൃശ്ശൂർ ഒരുങ്ങുകയാണ്. അതിൽ TCBയുടെ പ്രേക്ഷകരും ആതിഥേയരായി പങ്കാളിയാകണം എന്ന് സവിനയം അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും പൂരാശംസകൾ നേരുന്നു. അത്യുഷ്ണമോ അല്ലെങ്കിൽ ഈ രാഷ്ട്രീയമായിട്ടുള്ള അതിലേറെ ചൂടുമുണ്ടല്ലോ, ഇതൊന്നും തന്നെ പൂരാവേശത്തിനെ ബാധിച്ചിട്ടില്ല. ഇന്ന് തൃശ്ശൂരുകാരെല്ലാം മറന്നു 101% പൂരത്തിൽ മുഴുകിയിരിക്കുകയാണ്. അതാണ് ഇന്നത്തെ ഒരു പ്രത്യേകത. അതായത് കാലത്തെ പരിപാടി കഴിഞ്ഞു, വൈകുന്നേരത്തെ പൂരങ്ങളും പിന്നെ പൂരം വരവുകളും, പിന്നെ അത് കഴിഞ്ഞ് വൈകുന്നേരത്തെ പുലർച്ചെ വെടിക്കെട്ടും, നാളെ രാവിലെ ഉപചാരം ചൊല്ലിപ്പിരിയും മുമ്പുള്ള പകൽപൂരം കണ്ടിട്ട് പോകും. എല്ലാ പരിപാടിയും ഇലക്ഷൻ്റെ ഇടയിൽ നടക്കും. എല്ലാവർക്കും പൂരാശംസ. മേളപ്രേമികളെ വിരുന്നൂട്ടി പാറമേക്കാവിന്റെ ലോകോത്തര മ്യൂസിക്കൽ സിംഫണി. കാലങ്ങൾ കൊട്ടിക്കയറി ആസ്വാദക മനം പരകോടിയിലെത്തിച്ചായിരുന്നു ഇലഞ്ഞിത്തറ മേളം പൂരനഗരിയിൽ കൊട്ടിക്കലാശിച്ചത്. ആചാരപ്പെരുമയ്ക്കൊപ്പം 250-ൽ പരം കലാകാരന്മാർ, മേളക്കുലപതി കിഴക്കൂട്ട് അനിയന്മാരാറെന്ന മേളമാന്ത്രികൻ. ഇത്രയും ചേരുവകൾ മാത്രം മതി നടനമൂർത്തിയായ വടക്കുന്നാഥന് മുന്നിലെ ഇലിഞ്ഞിമര ചുവട്ടിലെ ആ നാദതാള വിസ്മയത്തിന്റെ മാറ്ററിയാൻ. അനിയന്മാരാരും സംഘവും ഓരോ കാലങ്ങളിലായി ചെണ്ടമേൽ കോലിടുമ്പോഴും ക്ഷേത്രസന്നിധി മേളലഹരിയിൽ പൂത്തുലഞ്ഞു. അനിയന്മാരാരുടെ മാന്ത്രിക വിരലുകൾ തീർത്ത താളവാദനം ആയിരങ്ങൾ തിങ്ങി നിറഞ്ഞ ക്ഷേത്ര മതിൽക്കകത്തെ അക്ഷരാർത്ഥത്തിൽ മേളപ്രപഞ്ചമാക്കി മാറ്റി. ആസ്വാദക ലോകം ഇലഞ്ഞിത്തറയിലേക്ക് ചുരുങ്ങിയ നിമിഷം മുതൽ ഓരോ മേളപ്രേമിയുടെയും ഹൃദയതാളം മേളലഹരിയിലലിഞ്ഞു. ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് പാണ്ടിമേളം പതിവില്ലെങ്കിലും തൃശൂർ പൂരത്തിന്റെ മാത്രം അപൂർവതയാണ് വടക്കുന്നാഥനിലെ ഇലഞ്ഞിത്തറ മേളം. ആ അത്യപൂർവതയ്ക്കൊപ്പം പൂരങ്ങളുടെ പൂരത്തിന്റെ വാദ്യകലാപ്പെരുമ ഒരിക്കൽ കൂടി വിളിച്ചോതുന്നതായിരുന്നു അനിയന്മാരാരും സംഘവും അവതരിപ്പിച്ച പാണ്ടിയുടെ രൗദ്രതാളം. ചെണ്ടപ്പുറം വീണ ഓരോ കോലിനും ഉയർന്ന കൈത്താളം മേളത്തറയിൽ കാഴ്ചയുടെ വസന്തം തീർത്തു. മനസ്സും ശരീരവും മേളത്തിൽ സമന്വയിച്ച ഒരു ജനതയ്ക്ക് മുന്നിൽ സ്വയം മറന്ന് അവർ കൊട്ടിക്കയറിയപ്പോൾ പൂരത്തിന്റെ ആവേശവും പ്രൗഢിയും വാനോളമുയർന്നു. അങ്ങനെ നാദതാള വിസ്മയം തീർത്ത മേളപ്പെരുക്കത്തിൽ ആറാടിയാണ് വടക്കുന്നാഥന്റെ ഇലഞ്ഞിമര ചുവട്ടിലേക്ക് ഒഴുകിയെത്തിയ ജനം ആത്മനിർവൃതിയണഞ്ഞത്. TCV തൃശൂർ. ആചാരപ്പെരുമയ്ക്കൊപ്പം ആവേശവും നിറഞ്ഞതായിരുന്നു പാറമേക്കാവ് ഭഗവതിയുടെ പൂരം പുറപ്പാട്. കൊമ്പൻ ഗുരുവായൂർ നന്ദന്റെ പുറമേറിയ പാറമേക്കാവ് ഭഗവതിയെ ചെറിയ പാണിയൊട്ടിയായിരുന്നു ക്ഷേത്രത്തിന് പുറത്തേക്ക് എഴുന്നള്ളിച്ചത്. തുടർന്ന് ക്ഷേത്ര ഗോപുരത്തിന് മുന്നിൽ അണിനിരുന്ന 14 ഗജവീരന്മാർക്കൊപ്പം ഭഗവതിയുടെ കോലമേന്തിയ കൊമ്പൻ നന്ദൻ കൂടി അണിചേർന്നതോടെ തട്ടകക്കാരും പൂരപ്രേമികളും ആവേശത്തിലായി. ഒപ്പം മേളക്കുലപതി കിഴക്കൂട്ട് അനിയന്മാരാരുടെ പ്രാമാണികത്വത്തിൽ അരങ്ങേറിയ ചെമ്പടമേളം പൂരനഗരിയെ നാദലഹരിയിലാഴ്ത്തി. മേടവേൽച്ചൂട് അവഗണിച്ചും ക്ഷേത്രാങ്കണത്തിൽ തിങ്ങി നിറഞ്ഞ മേളാസ്വാദകർ കൈത്താളമിട്ട് ആസ്വദിച്ച്
ചെമ്പടയിൽ സ്വയം അലിഞ്ഞു. മേളത്തിനൊപ്പം നടന്ന കുടമാറ്റം ആസ്വാദകമനം കീഴടക്കി. ചെമ്പട കൊട്ടിക്കലാശിച്ച ശേഷം പാണ്ടിമേളത്തിന്റെ അകമ്പടിയോടെയാണ് ഭഗവതിയുടെ മൂലപ്രതിഷ്ഠയെന്ന് വിശ്വസിക്കുന്ന വടക്കുന്നാഥ ക്ഷേത്രത്തിലെ ഇലഞ്ഞിത്തറയിലേക്ക് പാറമേക്കാവ് ഭഗവതി എഴുന്നള്ളിയത്. TCV തൃശൂർ. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിലെ വിശുദ്ധ ഔസേപ്പ് പിതാവിന്റെ ഊട്ടുതിരുനാൾ നാളെ ആഘോഷിക്കും. ശനിയാഴ്ച രാവിലെ 10-ന് വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് വല്ലൂരാൻ നേർച്ചയൂട്ട് ആശീർവദിക്കും. വൈകിട്ട് 5:30 നടക്കുന്ന സമൂഹ ദിവ്യബലിക്കും കൂടുതുറക്കൽ ശുശ്രൂഷയ്ക്കും അതിരൂപതാ സഹായം മെത്രാൻ മാർ ടോണി നീലങ്കാവിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് തിരുനാൾ സൗഹാർദ്ദവേദിയുടെ തിരുനടക്കൽ മേളം അരങ്ങേറും. രാത്രി വിവിധ കുടുംബ യൂണിറ്റുകളിൽ നിന്നുള്ള വള എഴുന്നള്ളിപ്പുകൾ വാദ്യമേളങ്ങളോടെ തീർത്ഥകേന്ദ്രത്തിലെത്തി സമാപിക്കും. പാവറട്ടി വിശുദ്ധ ഔസേപ്പ് പിതാവിന്റെ തിരുനാളിന്റെ പ്രധാന ചടങ്ങായി കൂടുതുറക്കൽ ശുശ്രൂഷയ്ക്കുള്ള തിരുസ്വരൂപങ്ങളിൽ ആഭരണങ്ങൾ അണിയിച്ചൊരുക്കി. തീർത്ഥകേന്ദ്രം ദേവാലയ ശുശ്രൂഷികളായ ആന്റോ പൊറുത്തൂരിന്റെയും ബെന്നി വടക്കൂട്ടിന്റെയും നേതൃത്വത്തിൽ വലിയ കിരീടം, ചെറിയ കിരീടം, ഔസേപ്പ് പിതാവിന്റെ ലില്ലിപ്പൂ, വിശുദ്ധ പത്രോസിന്റെ താക്കോൽ തുടങ്ങിയവയാണ് തിരുസ്വരൂപങ്ങളിൽ അണിയിച്ചത്. ദേവാലയ മുഖമണ്ഡപത്തിൽ പ്രതിഷ്ഠിച്ച വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങൾ വണങ്ങാൻ ദേവാലയത്തിനകത്തും പുറത്തുമായി 10,000-കണക്കിന് വിശ്വാസികളാണ് എത്തുക. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിലെ വിശുദ്ധ ഔസേപ്പ് പിതാവിന്റെ തിരുനാളിന് സേവനം ചെയ്യുന്ന സന്നദ്ധ സേനാ അംഗങ്ങൾക്ക് പരിശീലനം നൽകി. പാവറട്ടി SHO R രഞ്ജിത്ത് പരിശീലനം ഉദ്ഘാടനം ചെയ്തു. തീർത്ഥകേന്ദ്രം ഡയറക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി അധ്യക്ഷനായിരുന്നു. തിരുനാളിനോടനുബന്ധിച്ച് തീർത്ഥകേന്ദ്രത്തിൽ പോലീസിന്റെ പ്രത്യേക കൺട്രോൾ റൂം തുറക്കും. ക്രമസമാധാന പരിപാലനത്തിനായി 250ഓളം അധികം പോലീസുകാരെ തിരുനാൾ ദിവസങ്ങളിൽ പാവറട്ടിയിൽ നിയോഗിക്കും. പാവറട്ടിയിലും പരിസരങ്ങളിലും ഈ ദിവസങ്ങളിൽ ബൈക്ക് പട്രോളിംഗ് ശക്തിപ്പെടുത്തും. ഷാഡോ പോലീസിന്റെ സേവനവും ഉറപ്പുവരുത്തും. തിരുനാൾ ദിവസങ്ങളിൽ തീർത്ഥകേന്ദ്രത്തിന് സമീപത്തും പ്രധാന റോഡുകളിലും പാർക്കിംഗ് നിരോധിച്ചിട്ടുണ്ട്. ദേവാലയത്തിനകത്തും പുറത്തും പാരിഷ് ഹാളിലും തിരക്കുള്ള മറ്റിടങ്ങളിലും CCTV ക്യാമറകൾ സ്ഥാപിക്കും. പോലീസിന്റെയും വോളണ്ടിയർ സേനയുടെയും നേതൃത്വത്തിൽ തിരക്കും തർക്കങ്ങളും പരിഹരിക്കുന്നതിന് പ്രത്യേകം വയർലെസ് സെറ്റുകൾ ഉപയോഗിക്കും. ടോൾമെൻ സെക്യൂരിറ്റിയിലെ അംഗങ്ങളുടെ സേവനവും ഈ ദിവസങ്ങളിൽ ഉണ്ടായിരിക്കും. ഗുരുവായൂരിൽ നിന്നുള്ള അഗ്നിശമന സേനയും ആംബുലൻസ് സൗകര്യത്തോടെയുള്ള ആരോഗ്യവകുപ്പ് സംഘവും വൈദ്യുതി വകുപ്പ് ഉദ്യോഗസ്ഥരും ആക്ട്സ് പ്രവർത്തകരും ദേവാലയ പരിസരത്ത് സേവന സന്നദ്ധരായി ക്യാമ്പ് ചെയ്യും. പാവറട്ടി SI D വൈശാഖ്, സ്റ്റേഷൻ റൈറ്റർ PM സിനീഷ്, ട്രസ്റ്റി VJ ജോസി, വോളണ്ടിയേഴ്സ് ക്യാപ്റ്റൻ ജിൻസ് ജോൺസൺ, ജിൽസ് തോമസ്, മറ്റ് ഭാരവാഹികളായ NJ ഡേവിസ്, VO ഫ്രാൻസിസ്, PJ പോൾ, CM സെബാസ്റ്റ്യൻ, KT ബിജു എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. TCV പാവറട്ടി. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിലെ വിശുദ്ധ ഔസേപ്പ് പിതാവിന്റെ ഊട്ടുതിരുനാളിന് ആശംസകളുമായി പാവറട്ടി മെർച്ചന്റ് അസോസിയേഷന്റെ ബഹുനില വർണ്ണപ്പന്തൽ ഉയർന്നു. പന്തലിൽ 100,000-ഓളം വർണ്ണദീപങ്ങളാണ് ശോഭ പകരുന്നത്. തിരുനാൾ പന്തൽ ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ സെന്റ് തോമസ് ആശ്രമാധിപൻ ഫാദർ ജോസഫ് ആലപ്പാട്ട് നിർവഹിച്ചു. മെർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് AJ വർഗീസ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. പന്തൽ കൺവീനർ AAC ജോർജ്, ജോയിന്റ് കൺവീനർ മുഹമ്മദ് റഫീഖ്, രക്ഷാധികാരി CL റാഫേൽ, വൈസ് പ്രസിഡന്റ് PI റാഫേൽ, ജനറൽ സെക്രട്ടറി EV വിനോദ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയാണ് പന്തൽ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയത്. തിരുനടയിൽ ഒഴുകിയെത്തുന്ന ഒരു വിശ്വാസി ഉള്ളിൽ പ്രാർത്ഥിക്കുന്നത് സമാധാനം നിറഞ്ഞൊരു ജീവിതത്തിന് വേണ്ടിയാണ്. അർപ്പിക്കുന്ന വൃന്ദാഗ്രഹത്തിന് മുമ്പിൽ ദൈവപ്രസാദത്തിന്റെ വഴവിൽ ഉണർത്തുന്ന അത്ഭുത പ്രവർത്തകനായ കുഴൂർ പാറപ്പുറത്ത് കിണറ്റിൽ അകപ്പെട്ട 2 പേരെ അഗ്നിരക്ഷാസേന രക്ഷപ്പെടുത്തി. കിണറ്റിൽ വീണ കൈപ്പള്ളി സുഗു, ഇയാളെ രക്ഷപ്പെടുത്താൻ ഇറങ്ങിയ അയൽവാസി പുതുശ്ശേരി ജോൺലി എന്നിവരെയാണ് മാള അഗ്നിരക്ഷാസേന രക്ഷപ്പെടുത്തിയത്. കിണറിൽ വായു സഞ്ചാരം കുറവായിരുന്നു. 60 അടിയോളം ആഴമുള്ള കിണറിലേക്കാണ് സുഗു കാൽ തെറ്റി വീണത്. ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ അഖിൽ T ബാബു റോപ്പിൽ കൂടി കിണറിലിറങ്ങുകയും ഇരുവരെയും സേനാ അംഗങ്ങളുടെയും നാട്ടുകാരുടെയും സഹായത്തോടെ കയറ്റുകയുമായിരുന്നു. കാട്ടകാമ്പാൽ പൂരം നാളെ ആഘോഷിക്കും. കാളിയും ദാരികാസുരനുമായുള്ള പോർവിളിയും ദാരിക നിഗ്രഹവുമാണ് കാട്ടകാമ്പാലിൽ അരങ്ങേറുക. വൈകിട്ട് 6-ന് പൂരച്ചടങ്ങുകൾ തുടങ്ങും. ദേശത്തെ തട്ടാൻ താലിയും പണിക്കർ നൂലും സമർപ്പിക്കുന്നതോടെയാണ് പൂരച്ചടങ്ങുകൾ ആരംഭിക്കുക. തുടർന്ന് ആറാട്ട് നടത്തി ഭഗവതി ക്ഷേത്രത്തിലെ പറയെടുക്കൽ സ്വീകരിക്കും. പുലർച്ചെ പൂരത്തിന് മുൻപായി കാളിയും ധാരികയും
പാലക്കക്കാവിൽ അവസാന പറ സ്വീകരിക്കുന്നതോടെ പറയെടുക്കൽ ചടങ്ങ് സമാപിക്കും. ഭഗവതി ക്ഷേത്രത്തിലെ പൂരത്തിന് കാളിധാരിക വേഷത്തിലെത്തുന്നത് കല്ലാറ്റ് മണികണ്ഠനും സഹോദരൻ കല്ലാറ്റ് ജയശങ്കറുമാണ്. ചെറുപ്രായത്തിൽ വഴിപാട് ധാരിക വേഷം കെട്ടിയ കല്ലാറ്റ് മണികണ്ഠൻ 14-ാം വയസ്സിൽ പ്രധാന ധാരിക വേഷം കെട്ടി തുടങ്ങിയത്. 21 വർഷം ധാരിക വേഷം കെട്ടിയതിനു ശേഷം ഇപ്പോൾ 18-ാം തവണയാണ് കാളിവേഷം കെട്ടാൻ ഒരുങ്ങുന്നത്. കഥകളിയിലെ കരിവേഷത്തിന് സമാനമാണ് കാളിവേഷം. ചെറുപ്രായത്തിൽ വഴിപാട് ധാരികനായി വേഷം കെട്ടിയ കല്ലാറ്റ് ജയശങ്കർ 9-ാം തവണയാണ് ധാരിക വേഷം കെട്ടുന്നത്. കഥകളിലെ കത്തിവേഷത്തിന് സമാനമാണ് ധാരിക വേഷം. പൂരത്തിന് കാളിധാരിക സംവാദവും പ്രതീകാത്മക ധാരിക വധവും കാണാൻ നിരവധി പേരാണ് ക്ഷേത്രത്തിൽ എത്തുക. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ തിരുവുത്സവത്തിന് ഞായറാഴ്ച കൊടിയേറും. രാത്രി 8:10-നും 8:40-നും മധ്യയാണ് ഉത്സവത്തിന്റെ കൊടിയേറ്റം നടക്കുക. കൂടൽമാണിക്യം ഉത്സവത്തിന് മുന്നോടിയായുള്ള ശുദ്ധിക്രിയകൾ വ്യാഴാഴ്ച ആരംഭിച്ചു. കൊടിയേറ്റത്തിന് 3 ദിവസം മുൻപാണ് ശുദ്ധിക്രിയകൾ ആരംഭിക്കുക. ക്ഷേത്രത്തിനകത്ത് പ്രസാദശുദ്ധി, സ്ഥലത്ത് ശുദ്ധി, രക്ഷോഘന ഹോമം, വാസ്തുഹോമം, വസ്തുബലി, വാസ്തുകലശ പൂജ, അസ്ത്രകലശ പൂജ എന്നിവ നടക്കും. ക്ഷേത്രം തന്ത്രിമാരുടെ നേതൃത്വത്തിലാണ് താന്ത്രിക കർമ്മങ്ങളും ശുദ്ധികർമ്മങ്ങളും നടക്കുക. 2-ാം ദിവസം പഞ്ചഗവ്യവും 3-ാം ദിവസം പഞ്ചകവും എന്ന താന്ത്രിക ക്രിയകളാണ് നടക്കുക. ഞായറാഴ്ച രാവിലെ ബ്രഹ്മകലശ പൂജ, പരികലശ പൂജ, കുംഭേശ കലശ പൂജ, എതൃതൃത്വ പൂജ, ബ്രഹ്മകലശാഭിഷേകങ്ങൾ എന്നിവ നടക്കും. വടക്കുന്നാഥ ക്ഷേത്രത്തിൽ ചെരുപ്പ് ധരിച്ചെത്തിയവരെ തടഞ്ഞു. ചെരുപ്പ് ധരിച്ചെത്തിയവരെ തടയാൻ പ്രത്യേക സുരക്ഷാ വിഭാഗത്തെയും ഇതിനായി കൊച്ചിൻ ദേവസ്വം ബോർഡ് നിയോഗിച്ചിരുന്നു. ചെരുപ്പ് സൂക്ഷിക്കാനായി പ്രത്യേക കൌണ്ടറുകൾ സജ്ജമാക്കിയിരുന്നുവെങ്കിലും 10,000-കണക്കിന് ആളുകൾ എത്തുന്ന പൂരത്തിന് കൌണ്ടറിൽ ചെരുപ്പ് സൂക്ഷിക്കുന്നതും തിരികെ വാങ്ങുന്നതുമെല്ലാം പ്രായോഗികമായിരുന്നില്ലെന്ന് പൂരപ്രേമികൾ പറഞ്ഞു. ക്ഷേത്രത്തിലെ ആചാരങ്ങൾക്കും പാരമ്പര്യങ്ങൾക്കും വിധേയമായി വേണം ആരാധനയെന്നും ചെരുപ്പ് ധരിച്ചുള്ള ആളുകളുടെ വരവ് അനുവദിക്കരുതെന്നും ക്ഷേത്രത്തിലെ നിത്യപൂജകളും ചടങ്ങുകളും ഉത്സവങ്ങളും നടക്കുന്നുണ്ടെന്നും കൊച്ചിൻ ദേവസ്വം ബോർഡ് ഉറപ്പുവരുത്തണമെന്നും ഹൈക്കോടതി ഉത്തരവിട്ട സാഹചര്യത്തിലാണ് ക്ഷേത്രത്തിന് പുറത്ത് കൌണ്ടർ സ്ഥാപിച്ച് ചെരുപ്പ് ധരിച്ചെത്തുന്നവരെ തടഞ്ഞത്. എഴുന്നള്ളിപ്പിൽ പങ്കെടുത്ത ആനകൾക്ക് സുരക്ഷയൊരുക്കി വനംവകുപ്പും പോലീസും. ആനകൾക്ക് പിന്നിലായി വടം കെട്ടിയാണ് പോലീസും വനംവകുപ്പും സുരക്ഷയൊരുക്കിയത്. 6 മീറ്റർ ദൂരം പാലിച്ച് ആനകൾക്ക് സുരക്ഷ ഒരുക്കണമെന്ന ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നായിരുന്നു നടപടി. ഉദ്യോഗസ്ഥർക്ക് പുറമെ എലിഫന്റ് സ്ക്വാഡ് അംഗങ്ങളും എഴുന്നള്ളിപ്പ് സംഘങ്ങൾക്കൊപ്പം ഉണ്ടായി. തൃശൂർ പൂരത്തിനെത്തിയ കൊമ്പൻ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന് വൻ വരവേൽപ്പ്. നെയ്തലക്കാവിൽ അമ്മയുമായാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ പൂരനഗരിയിലെത്തിയത്. കുറ്റൂർ നെയ്തലക്കാവ് ക്ഷേത്രത്തിൽ നിന്നും പൂരം പുറപ്പെട്ടതിനെ തുടർന്ന് പിന്നാലെ കൂടിയ പുരുഷാരം പൂരനഗരിയിലെത്തിയതോടെ 10 മടങ്ങായി വർദ്ധിച്ചു. നായ്ക്കനാൽ പന്തലിന് സമീപമെത്തിയ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ ആർപ്പുവിളികളോടെ പൂരപ്രേമികൾ വരവേറ്റു. കഴിഞ്ഞ തവണ മുതലാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ പൂര ദിവസത്തെ ചടങ്ങിൽ പങ്കെടുത്തു തുടങ്ങി. തൃശൂർ പൂരപ്പറമ്പിലെ വേറിട്ട കാഴ്ചയായി മാറുകയാണ് പൂരനഗരിയിലേക്ക് കൂട്ടമായി വന്നെത്തിയ ഹസ്തരേഖ ശാസ്ത്രസംഘം. ജന്തുക്കളും പോരാ ജന്തുക്കളടിച്ച് അടിമയിൽ നിൽക്കുന്ന ആളല്ല. ഒരാളെ കറുത്ത വാക്കും വെളുത്ത കഞ്ഞും കുടിക്കുന്ന ആളല്ല. കണ്ടത് ആരോടും പറയും. ഇത്തവണയും തൃശൂർ സ്വരാജ് റൗണ്ടിന് ചുറ്റും ഇത്തരക്കാരുടെ വൻ സംഘമാണ് എത്തിയത്. ഇവരിൽ പ്രായമായവരാണ് ഏറെയും. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ തുടങ്ങിയ തെക്കൻ കേരളത്തിൽ നിന്ന് നിരവധി പേർ സംഘമായി എത്തിയിട്ടുണ്ട്. ഇക്കൂട്ടത്തിൽ മലപ്പുറം, തൃശൂർ ജില്ലകളിൽ നിന്നുള്ള സംഘവുമുണ്ട്. മിക്കവരും വർഷങ്ങളായി പതിവ് തെറ്റിക്കാതെ പൂരത്തിനെത്തുന്നവരുടെ ഭാവി പ്രവചിക്കാൻ വരുന്നവരാണ്. ഇവരിൽ ഭൂരിഭാഗവും പരമ്പരാഗതമായി ഈ തൊഴിൽ കൊണ്ടു നടക്കുന്നവരും മറ്റു ചിലർ സാഹചര്യ സമ്മർദ്ദങ്ങൾ മൂലം ഈ തൊഴിൽ സ്വീകരിച്ചവരുമാണ്. ചിലർ സ്ഥിരമായി ക്ഷേത്രങ്ങളും മറ്റും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നവരാണ്. കൊല്ലം നാവായിക്കുളത്ത് നിന്ന് മാത്രം 5 പേരടങ്ങിയ സംഘമാണ് ഇത്തവണയും എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 30 വർഷമായി തൃശൂർ പൂരത്തിന് മുടങ്ങാതെ എത്തുന്ന താനൂർ സ്വദേശിനി വനജ മുതൽ 3-4 വർഷമായി പതിവായി വന്നുകൊണ്ടിരിക്കുന്ന ചേലക്കര സ്വദേശി ദേവകിയമ്മ, 12 വർഷത്തോളമായി പൂരത്തിനെത്തുന്ന തിരുവനന്തപുരം സ്വദേശി മനോഹരൻ എന്നിവരെല്ലാം പൂരത്തിനെത്തുന്നവരുടെ ഭാവി പറയാൻ തയ്യാറായിരിക്കുകയാണ്. ഇവർക്ക് ഈ തൊഴിലിൽ നിന്ന് വലിയ സമ്പാദ്യമൊന്നുമില്ലെങ്കിലും അന്നന്നത്തെ കാര്യങ്ങൾ മുറ പോലെ നടന്നു പോകുന്നുണ്ടെന്ന് മൂവരും പറയുന്നു. വരുമാനം എന്ന് പറഞ്ഞാൽ എൻ്റെ നിത്യജീവിതത്തിനൊക്കെ കിട്ടാറുണ്ട്. അല്ലാണ്ട് വലിയ സമ്പാദ്യങ്ങളൊന്നുമില്ല. തുണിക്കച്ചവടം ഉണ്ട്, അതായിട്ട് പോകും. പിന്നെ അത്യാവശ്യം അറിയുന്ന ആൾക്കാർ കയ്യിൽ നോക്കിക്കും. അമ്പലങ്ങളിലൊക്കെ പോയിരിക്കും, ക്ഷേത്രങ്ങളിലൊക്കെ.
ജീവിക്കാനുള്ള കാശൊക്കെ കിട്ടുന്നുണ്ട്? ആകെ കിട്ടുന്നുണ്ട്. ആളുണ്ടായിരുന്നു അപ്പഴേ, ആള് കൊണ്ടുവരുന്നതാണേ, ആള് പോയി. ആള് പോയിട്ട് 10 കൊല്ലായി. തന്നെയാണ്. നിങ്ങൾ രണ്ടുപേരും കൂടിയാണ് നോക്കിക്കൊണ്ടിരുന്നത്? മക്കളൊക്കെ ഇല്ല ഇവിടെ. ആണോ? മക്കളും ഉണ്ടോ? നോക്കാനുണ്ടോ? മക്കളും ഉണ്ടോ? ആ, മക്കളൊക്കെ വന്നിട്ടുണ്ട് ഇവിടെയൊക്കെ. അവർ കൈ നോക്കും. അതൊക്കെ സഞ്ചരിക്കാൻ പോയൊക്കെ. തൊഴിൽ, യാത്ര, വിവാഹം, വിദ്യാഭ്യാസം, സന്താനയോഗം, ഭവനയോഗം, കൈരേഖ പ്രകാരമുള്ള മറ്റ് കാര്യങ്ങളെല്ലാം ഇവർ പ്രവചിക്കാറുണ്ടെങ്കിലും ഇവരുടെ ഭാവി അത്ര ശോഭനമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ഫെസ്റ്റിവൽ ഡെസ്ക് TCV. മേടച്ചൂടിൽ വലഞ്ഞ പൂരപ്രേമികൾ ഭക്ഷണം കുടിനീരുമൊരുക്കി പൂരനഗരി. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വേനൽ ചൂട് കൂടിയത് പൂരാവേശം കെടുത്താനായില്ലെങ്കിലും പൂരപ്രേമികളെ വലച്ചു. ചൂട് പതിവ് പൂരത്തിലെ ജനഒഴുക്കിന് തടയുമിട്ടു. പലരും വെയിലൊഴിഞ്ഞ നേരം കാത്തിറങ്ങിയത് പൂരനഗരിയുടെ പകലിലെ മുൻകാല സജീവത കുറച്ചു. രാവിലെ മഴ ആശങ്ക പരത്തി മാനത്ത് കാർമേഘങ്ങൾ കൂടിയതോടെ വെയിൽ കുറയുമെന്ന് കരുതിയെങ്കിലും കാർമേഘം നീങ്ങി സൂര്യൻ ഉഗ്രരൂപം വീണ്ടെടുത്തതോടെ പൊള്ളുന്ന വെയിലായി. ഇതോടെ പൂരനഗരിയിലെത്തിയവരെല്ലാം ചൂടകറ്റാനുള്ള മാർഗങ്ങൾ തേടുകയായിരുന്നു. ഇതിന് ഏറെ സഹായകരമായത് വിശറികളായിരുന്നു. കുട്ടികൾ മുതൽ മുതിർന്നവർ വരെയും പലവിധ സേവനങ്ങളുമായി കർമ്മനിരതരായവർക്ക് വരെ ആശ്രയമേകിയത് വിശറികളാണ്. ചൂട് അസഹ്യമായതോടെ ഇരു കൈകളിലുമായുള്ള വിശറി പ്രയോഗം നടത്തുന്ന കാഴ്ചകളും സുലഭമായിരുന്നു. തൃശൂർ കോർപ്പറേഷനും മറ്റ് സന്നദ്ധ ജീവകാരുണ്യ സംഘടനകളും സൗജന്യമായി കുടിവെള്ളം, സംഭാരം, തണ്ണിമത്തൻ, ഭക്ഷണ വിതരണവുമായി നഗരി നിറഞ്ഞതും ആളുകൾക്ക് അനുഗ്രഹമായി. തണൽ തേടിയുള്ള പലരുടെയും പാച്ചിൽ എഴുന്നള്ളിപ്പാനകൾക്കുള്ള പന്തലിനും നിലപ്പന്തലുകൾക്കും തേക്കിൻകാട് മൈതാനിയിലെ മരങ്ങൾക്കും താഴെ വരെ എത്തിച്ചു. സ്ഥാപനങ്ങളും സംഘടനകളും വിതരണം ചെയ്ത തൊപ്പികളും ഷെയ്ഡുകളും വെയിലിന് തടയേകുന്നതിൽ ആശ്വാസമേകി. ഇങ്ങനെയൊക്കെയാണെങ്കിലും പൂരാവേശത്തിൽ അലിഞ്ഞ് ആ കാഴ്ചകൾ മതിവരുവോളം ആസ്വദിക്കുന്നതിൽ തെല്ലും പ്രതിരോധം തീർക്കാൻ വേനൽ ചൂടിനുമായില്ല. TCV തൃശൂർ. രാജ്യത്തുടനീളം RSSനും BJPക്കുമെതിരെ പോരാടുന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിമർശിച്ച് മോദിയുടെ കയ്യടി നേടാനാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശ്രമമെന്ന് സനീഷ് കുമാർ ജോസഫ് MLA പറഞ്ഞു. എറിയാട് 1-ാം വാർഡിൽ നടന്ന UDF കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാഹുലിനെ വിമർശിച്ച് മോദിയുടെ പിന്തുണ നേടേണ്ടത് പിണറായിയുടെയും മകൾ വീണ വിജയന്റെയും നിലനിൽപ്പിന് ആവശ്യമാണ്. ED ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികൾ ഡെമോക്രസിന്റെ വാൾ പോലെ തലയ്ക്ക് മുകളിൽ നിൽക്കുമ്പോൾ മുഖ്യമന്ത്രിക്ക് രാഹുലിനെയും കോൺഗ്രസിനെയും മുഖ്യ ശത്രുവായി കാണേണ്ടി വരുന്ന പരിതാപകരമായ അവസ്ഥയാണ് ഉള്ളതെന്നും MLA പറഞ്ഞു. TK നസീർ അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി MK അബ്ദുൾ സലാം, യൂത്ത് ലീഗ് നിയോജക മണ്ഡലം സെക്രട്ടറി AM മൻസൂർ, KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി മിവ ജോളി, UDF കൺവീനർ PS മുജീബ് റഹ്മാൻ, ബ്ലോക്ക് പ്രസിഡന്റ് PB മൊയ്തു തുടങ്ങിയവർ സംസാരിച്ചു. റോഡിലൂടെ നടന്നു പോവുകയായിരുന്ന യുവതിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ സംഭവത്തിൽ 2 പേരെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. കാണിപ്പയ്യൂർ സ്വദേശി കറുപ്പത്താട്ടിൽ വീട്ടിൽ രാധാകൃഷ്ണൻ, ചൂണ്ടൽ പെലക്കാട്ട് പയ്യൂർ സ്വദേശി കുട്ടൻകുളങ്ങര ഷാജൻ എന്നിവരെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. കേസിലെ മുഖ്യപ്രതിയെ പിടികൂടാനുണ്ടെന്ന് പോലീസ് അറിയിച്ചു. ചൂണ്ടൽ ഗുരുവായൂർ റോഡിലൂടെ നടന്നു പോവുകയായിരുന്ന യുവതിക്ക് നേരെ പുറകിൽ ബൈക്കിലെത്തിയ പ്രതികൾ ലൈംഗിക ചുവയിൽ സംസാരിക്കുകയും പെൺകുട്ടിയോട് കയ്യിൽ കയറി പിടിച്ച് ലൈംഗിക അതിക്രമം നടത്തുകയായിരുന്നുവെന്ന് പറയുന്നു. തടയാനെത്തിയ വഴിയാത്രികനെ പ്രതികൾ മർദ്ദിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ കൂടുതൽ നാട്ടുകാർ ഓടിക്കൂടി പ്രതികളെ പിടികൂടിയാണ് പോലീസിന് കൈമാറിയത്. പാറളം കുടുംബാരോഗ്യ കേന്ദ്രത്തിന് ദേശീയ ഗുണനിലവാര അംഗീകാരം ലഭിച്ചു. ദേശീയ ഗുണനിലവാരത്തിലേക്കുള്ള 6500 ചെക്ക് പോയിന്റുകൾ കുടുംബാരോഗ്യ കേന്ദ്രം വിലയിരുത്തിയാണ് അംഗീകാരം നൽകിയത്. ഇതിനായി ആന്ധ്ര, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള സംഘങ്ങൾ പാറളത്ത് പരിശോധനയ്ക്ക് എത്തിയിരുന്നു. സംസ്ഥാനത്തെ 3 ആരോഗ്യ കേന്ദ്രങ്ങൾക്കാണ് ദേശീയ അംഗീകാരം നേടാനായത്. അതിൽ 92% സ്കോറോടെയാണ് അമ്മാടത്ത് പ്രവർത്തിക്കുന്ന പാറളം കുടുംബാരോഗ്യ കേന്ദ്രം 1ാം സ്ഥാനത്തിന് അർഹമായത്. ചാലക്കുടി ലോക്സഭാ മണ്ഡല UDF സ്ഥാനാർത്ഥി ബെന്നി ബെഹനാന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കയ്പമംഗലം നിയോജക മണ്ഡലം UDF കമ്മിറ്റി വനിതാ കൺവെൻഷൻ നടത്തി. മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി രാജലക്ഷ്മി കുറുമാത്ത് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. കയ്പമംഗലം മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഷീല വിശ്വംഭരൻ അധ്യക്ഷത വഹിച്ചു. വനിതാ ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് OS നഫീസ, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി മേരി ജോളി, UDF നേതാക്കളായ SA സിദ്ദിഖ്, CS രവീന്ദ്രൻ, സുനിൽ P മേനോൻ, റസിയ അബു, ജയലക്ഷ്മി തുടങ്ങിയവർ സംസാരിച്ചു.
ആലത്തൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം LDF കടങ്ങോട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു. പൊതുയോഗം കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരിവള്ളൂർ മുരളി ഉദ്ഘാടനം ചെയ്തു. LDF കടങ്ങോട് ലോക്കൽ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ ജോൺസൺ അധ്യക്ഷത വഹിച്ചു. CPM സംസ്ഥാന കമ്മിറ്റി അംഗം AC മൊയ്തീൻ MLA, LDF ജില്ലാ മണ്ഡലം നേതാക്കളായ അഡ്വക്കേറ്റ് കുഞ്ഞു പൊറന്റു, നാസർ ഹമീദ്, ബാലൻ കടിമംഗലം, MN സത്യൻ, PS പ്രസാദ് എന്നിവർ പങ്കെടുത്തു. കുന്നംകുളം പാറയമ്പാടത്ത് പ്രവർത്തിക്കുന്ന അലാമി അറബിക് റെസ്റ്റോറന്റിൽ എലി തിന്നതിന്റെ ഭാഗ്യഭക്ഷണം വിതരണം ചെയ്തതായി പരാതി. സ്ഥാപനത്തിൽ തയ്യാറാക്കി വെച്ചിരുന്ന അൽഫാമാണ് എലി കഴിച്ചത്. ഈ സമയം ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനെത്തിയ യുവാവ് എലി അൽഫാം കഴിക്കുന്നത് വീഡിയോയിൽ പകർത്തി. തുടർന്ന് കുന്നംകുളം നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ ആറ്റ്ലി പി ജോണിന് അയച്ചുകൊടുത്തു. 15 മിനിറ്റിനകം സ്ഥലത്തെത്തിയ നഗരസഭ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ എലി കഴിച്ച ഭക്ഷണം പിടികൂടി നശിപ്പിച്ചു. ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ എത്തുമ്പോഴേക്കും എലി അൽഫാം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തുടർന്ന് സ്ഥാപനത്തിലെ മുഴുവൻ ഭക്ഷണവും നശിപ്പിച്ച ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ സ്ഥാപനം അടപ്പിച്ചു. വരും ദിവസങ്ങളിലും മേഖലയിൽ പരിശോധന ശക്തമാക്കുമെന്ന് നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ ആറ്റ്ലി പി ജോൺ അറിയിച്ചു. അതിരപ്പള്ളി റൂട്ടിൽ അനാവശ്യമായി ട്രിപ്പുകൾ വർദ്ധിപ്പിച്ച് സ്വകാര്യ ബസ് സർവീസുകളെ തകർക്കാൻ ചാലക്കുടിയിലെ KSRTC അധികൃതർ ശ്രമിക്കുന്നതായി ആരോപണം. നിലവിൽ 10ഓളം ബസ്സുകളാണ് സർവീസ് നടത്തുന്നത്. കോർപ്പറേഷൻ വലിയ നഷ്ടമാണ് യാത്രക്കാർ ഇല്ലാതെ ബസ് സർവീസുകൾ നടത്തുന്നതുകൊണ്ട് സംഭവിക്കുന്നതെന്ന് ബസ് ഉടമ സംഘം വാർത്താസമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടി. 11 സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്നതിൽ ഭൂരിഭാഗവും ദിനംപ്രതി നഷ്ടത്തിലാണ്. നേരത്തെ സ്വകാര്യ ബസ് മേഖലയിലുണ്ടായിരുന്ന ചിലർ ചാലക്കുടി KSRTC ഡിപ്പോയിൽ ജോലി ചെയ്യുന്നുണ്ട്. ഇവരുടെ വ്യക്തിപരമായ പകപോക്കലും ഇതിന്റെ പിന്നിലുണ്ടെന്നും ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി. ഷിബു ആട്ടോക്കാരൻ, CV സുരേഷ്, രാജേഷ്, മഹിമ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ചാലക്കുടി ഫയർ സ്റ്റേഷന്റെ എതിർവശത്ത് കെട്ടിട നിർമ്മാണത്തിന്റെ ഭാഗമായി കാനയിലേക്ക് വലിയ തോതിൽ ചെളിമണ്ണ് ഒഴുക്കുന്നു. കെട്ടിട പൈലിംഗിന് ശേഷം പുറത്തേക്ക് അടിക്കുന്ന ചെളിയാണ് 100 മീറ്ററോളം കാനയിൽ നിറഞ്ഞിരിക്കുന്നത്. നഗരത്തിൽ വെള്ളക്കെട്ടും രൂക്ഷമാകും. പരിസരവാസികളുടെ പരാതിയെ തുടർന്ന് കെട്ടിടത്തിന്റെ മുൻഭാഗത്ത് നിന്ന് മണ്ണ് മാറ്റിയിട്ടുണ്ട്. ഇതിനെതിരെ നഗരസഭ നടപടികൾ സ്വീകരിക്കണമെന്ന് കൌൺസിലർ VJ ജോർജി ആവശ്യപ്പെട്ടു. ഹൗസിംഗ് ബോർഡ് കോളനിയിലാണ്. അപ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചെളിയും കാര്യങ്ങളെല്ലാം ഈ കാനയിലേക്ക് പൊതു കാനയിലേക്ക് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഒരു വിധത്തിലും ന്യായീകരിക്കാൻ പറ്റില്ല. ചെളിയടക്കമുള്ള സംഭവങ്ങൾ കാനയിലേക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് വില കൊടുത്തും നമ്മളതിനെ തടയും. ചാലക്കുടി നഗരസഭാ ചെയർമാൻ്റെ ഇതിൽ ശ്രദ്ധയിൽപ്പെടുത്തി ചെയർമാൻ ഇവിടെ വന്ന് സ്ഥലം സന്ദർശിച്ചു. ബന്ധപ്പെട്ട ആൾക്കാർ വിളിച്ച് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിയമപരമായിട്ട് നമ്മളതിൻ്റെ മുന്നോട്ട് പോകും. ഈ വികസനത്തിന് ഒരിക്കലും നമ്മളെതിരല്ല. നല്ല സ്ഥാപനങ്ങളൊക്കെ നമ്മൾ അനുകൂലമാണ്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ നമ്മൾ അംഗീകരിക്കണില്ല. NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി കോടാലിയിൽ റോഡ് ഷോ സംഘടിപ്പിച്ചു. നിരവധി പ്രവർത്തകരുടെ അകമ്പടിയോടെയാണ് സുരേഷ് ഗോപി തുറന്ന വാഹനത്തിൽ റോഡ് ഷോയിൽ പങ്കെടുത്തത്. ചടങ്ങിൽ സംസ്ഥാനത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ട്രാൻസ്ജെൻഡറുകൾ BJP അംഗത്വം സ്വീകരിച്ചു. BJP സംസ്ഥാന സെക്രട്ടറി A. നാഗേഷ്, ജില്ലാ സെക്രട്ടറി KK അനീഷ് കുമാർ, പുതുക്കാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് അരുൺ പന്തല്ലൂർ തുടങ്ങിയവർ പങ്കെടുത്തു. LDF പെരിഞ്ഞന ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് റാലിയും പൊതുസമ്മേളനവും നടത്തി. CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ സായിദ മുത്തുക്കോയ തങ്ങൾ അധ്യക്ഷയായി. നേതാക്കളായ PK ചന്ദ്രശേഖരൻ, PM അഹമ്മദ്, TP രഘുനാഥ്, CK ഗിരിജ, KV രാജേഷ്, വിനീത മോഹൻദാസ് തുടങ്ങിയവർ സംസാരിച്ചു. വധശ്രമം ഉൾപ്പെടെ 5ഓളം കേസുകളിൽ പ്രതിയായ യുവാവിനെ കാപ്പ ചുമത്തി നാടുകടത്തി. കൂളിമുട്ടം വജ്രമഠം സ്വദേശി കൊച്ചിക്കപ്പറമ്പിൽ അനൂപിനെയാണ് നാടുകടത്തിയത്. തൃശൂർ റേഞ്ച് DIGയാണ് 1 വർഷത്തേക്ക് നാടുകടത്താൻ ഉത്തരവിട്ടത്. UDF സ്ഥാനാർത്ഥി K. മുരളീധരന് വോട്ട് അഭ്യർത്ഥിച്ച യൂത്ത് കോൺഗ്രസ് നാട്ടിക നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കനോലി കനാലിൽ ജലസാംസ്കാരിക ജാഥ നടത്തി. നാട്ടിക ചെമ്മാപ്പള്ളി കടവിൽ നിന്ന് ആരംഭിച്ച ജാഥ DCC ജനറൽ സെക്രട്ടറി ശോഭ സുബിൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. യൂത്ത് കോൺഗ്രസ് നാട്ടിക നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് AV യദു കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വാടക കരാർ പോലും ഇല്ലാതിരിക്കെ വാടക കുടിശ്ശികയുടെ പേരിൽ റവന്യൂ റിക്കവറി നോട്ടീസ് അയച്ച് പൊതുപ്രവർത്തകരെ ഭീഷണിപ്പെടുത്തുന്ന മാള പഞ്ചായത്ത് പൊതുജനങ്ങൾക്ക് മുന്നിൽ അപഹാസ്യരാവുകയാണെന്ന് കോൺഗ്രസ് നേതൃത്വം കുറ്റപ്പെടുത്തി. പഞ്ചായത്ത് കെട്ടിടം വാടകയ്ക്ക് കൊടുക്കുന്നതിനുള്ള ബൈലോ ഇല്ലാതെ നിയമവിരുദ്ധമായാണ് പ്രവർത്തിക്കുന്നതെന്നും കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. വെട്ടുകടവ് പുളിയിലക്കുന്ന റോഡിലെ കാന നിർമ്മാണത്തിന് നീക്കം ചെയ്ത മണ്ണ് വിൽപ്പന നടത്തിയ സംഭവത്തിൽ വിജിലൻസ് അന്വേഷണം വേണമെന്ന ആവശ്യത്തിന് അനുകൂല നടപടിയുണ്ടായിട്ടില്ലെന്നും DCC ജനറൽ സെക്രട്ടറി AA അഷ്റഫ്, സോയി കോലഞ്ചേരി, സന്തോഷ് ആത്തപ്പള്ളി, ജിയോ ജോർജ് എന്നിവർ പറഞ്ഞു. വിമുക്ത ഭടന്മാരുടെ സംഘടനയായ കേരള സ്റ്റേറ്റ് എസ്രസ് സർവീസ് ലീഗ് കൊടുങ്ങല്ലൂരിൽ സ്ഥാപക ദിനം
ആചരിച്ചു. അഞ്ചമ്പാലം KK മേനോൻ റോഡിലെ എക്സ് സർവീസ് ലീഗ് ഭവനിൽ പൂർവ്വ സൈനികർ പതാക ഉയർത്തി. തുടർന്ന് യുദ്ധസ്മാരകത്തിൽ പുഷ്പാർച്ചനയും പ്രതിജ്ഞയും നടന്നു. പ്രസിഡന്റ് ശശീന്ദ്രൻ ചെറുളിൽ, സെക്രട്ടറി KS ഉണ്ണികൃഷ്ണൻ, രക്ഷാധികാരി KC ബാലകൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. തൃശൂർ പൂരം പ്രമാണിച്ച് പരശുറാം എക്സ്പ്രസിനും എറണാകുളം കണ്ണൂർ ഇന്റർസിറ്റി എക്സ്പ്രസിനും പൂങ്കുന്നത്ത് താൽക്കാലിക സ്റ്റോപ്പ് അനുവദിച്ചു. പൂരം ദിവസം വൈകിട്ട് മുതൽ പിറ്റേന്ന് രാവിലെ വരെ തൃശൂർ പൂങ്കുന്നം സ്റ്റേഷനുകളിൽ കൂടുതൽ ടിക്കറ്റ് കൌണ്ടറുകൾ പ്രവർത്തിക്കും. സ്റ്റേഷന് സമീപമുള്ള വഴികളിൽ കൂടുതൽ വെളിച്ചവും പ്ലാറ്റ്ഫോമുകളിൽ ആവശ്യത്തിന് കുടിവെള്ള സൌകര്യവും യാത്രികരുടെ സുരക്ഷയ്ക്കായി കൂടുതൽ പോലീസിനെയും റെയിൽവേ ഉദ്യോഗസ്ഥരെയും വിന്യസിപ്പിക്കുമെന്ന് റെയിൽവേ പോലീസ് അധികൃതർ അറിയിച്ചു. പൂരം കാണാനെത്തുന്നവർക്ക് സൗജന്യ സംഭാര വിതരണം ഒരുക്കി BK ധനലക്ഷ്മി മൾട്ടി സ്റ്റേറ്റ് അഗ്രി കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. അശ്വിനി ജംഗ്ഷന് സമീപം നടന്ന സംഭാര വിതരണം നിരവധി പേർക്കാണ് ആശ്വാസമായത്. BK ധനലക്ഷ്മി മൾട്ടി സ്റ്റേറ്റ് അഗ്രി കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ചെയർമാൻ PS ബിന്ദുകുട്ടൻ, മാനേജിംഗ് ഡയറക്ടർ E ദിലീപ് ദാസ്, വൈസ് ചെയർപേഴ്സൺ പ്രവീണ വിജയൻ എന്നിവർ സന്നിഹിതരായിരുന്നു. തൃശൂർ പൂരത്തോടനുബന്ധിച്ച് ലിറ്റിൽ ബ്രദേഴ്സ് ഓഫ് ജീസസ് ക്രൈസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ 5000 പേർക്ക് സൗജന്യമായി തണ്ണിമത്തൻ ജ്യൂസ് വിതരണം ചെയ്തു. തൃശൂർ ജനറൽ ആശുപത്രി പരിസരത്ത് ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ താജ് പോൾ തണ്ണിമത്തൻ ജ്യൂസ് വിതരണം ഉദ്ഘാടനം ചെയ്തു. ലിറ്റിൽ ബ്രദേഴ്സ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് പ്രസിഡന്റ് ടോമി ചിറ്റിലപ്പള്ളി, സെക്രട്ടറി KO അന്തോണി, ട്രഷറർ PD റാഫി തുടങ്ങിയവർ നേതൃത്വം നൽകി. വെള്ളർക്കാട് മനപ്പടിയിൽ അനധികൃതമായി നടത്തിയിരുന്ന മണ്ണെടുപ്പ് പോലീസ് തടഞ്ഞു. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്നാണ് നിയമവിരുദ്ധമായി മണ്ണെടുപ്പ് നടത്തിയിരുന്നത്. മണ്ണെടുത്തിരുന്ന JCBയും മണ്ണ് കടത്തിയിരുന്ന ടിപ്പർ ലോറിയും പോലീസ് പിടിച്ചെടുത്തു. പോലീസ് ഉദ്യോഗസ്ഥർ തൃശൂർ പൂരം ഡ്യൂട്ടിക്ക് പോയ തക്കം മുതലെടുത്തായിരുന്നു മണ്ണെടുപ്പ്. റോഡിന്റെ പല ഭാഗങ്ങളിലും നിരീക്ഷണത്തിന് മണ്ണെടുപ്പ് സംഘാംഗങ്ങൾ നിന്നിരുന്നു. പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് ഇൻസ്പെക്ടർ അജിത്ത്, SI ശ്രീകുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ സ്ഥലത്തെത്തിയാണ് മണ്ണെടുപ്പ് തടഞ്ഞത്. നിരീക്ഷണം നടത്തിയിരുന്ന മണ്ണെടുപ്പ് സംഘത്തിന്റെ കണ്ണുവെട്ടിച്ച് മറ്റൊരു വഴിയിലൂടെയാണ് പോലീസ് സ്ഥലത്തെത്തിയത്. പോലീസ് ഓഫീസർമാരായ അനിൽ, സഗുൺ, പ്രജീഷ് എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. മച്ചാട് ഗുരുസ്മരണ ഉടുക്കുവാദ്യ ശാസ്താംപാട്ട് കലാസംഘത്തിന്റെ 43ാമത് വാർഷികാഘോഷം ഞായറാഴ്ച തെക്കുംകര ഭഗവതി കല്യാണ മണ്ഡപത്തിൽ നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യും. തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ അധ്യക്ഷത വഹിക്കും. വാർത്താ സമ്മേളനത്തിൽ രക്ഷാധികാരി മച്ചാട് സുബ്രഹ്മണ്യൻ, ട്രഷറർ KS ദിലീപ്, VK ശിവരാമൻ എന്നിവർ പങ്കെടുത്തു. ചാലക്കുടി പാർലമെന്റ് മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ബെന്നി ബെഹന്നാന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനെത്തുന്ന കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിക്ക് സ്വാഗതമോദി വിളംബര ജാഥ സംഘടിപ്പിച്ചു. എടവിലങ്ങ് കോൺഗ്രസ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കാര ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച വിളംബര ജാഥ വിവിധ പ്രദേശങ്ങളിൽ പര്യടനം നടത്തി. MG അനിൽകുമാർ, ബഷീർ കൊല്ലത്ത് വീട്ടിൽ, റഷീദ് പടിയത്ത്, TM ഷാഫി, മോഹൻ പോണത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. വ്യാപാരി വ്യവസായ ഏകോപന സമിതി മച്ചാട് യൂണിറ്റ് 1ാം വാർഷികവും തിരഞ്ഞെടുപ്പും നടത്തി. ജില്ലാ ജനറൽ സെക്രട്ടറി വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം വൈസ് ചെയർമാൻ എൽദോ പോളിന്റെ സാന്നിധ്യത്തിൽ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. മനക്കുളങ്ങര ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഉള്ള 150ാമത്തെ സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കൊടകര GLP സ്കൂളിൽ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് ക്യാമ്പ്. വാർത്താ സമ്മേളനത്തിൽ ലയൺസ് ക്ലബ്ബ് ഭാരവാഹികളായ P രാധാകൃഷ്ണൻ, KK വെങ്കിടാചലം, അനിൽ വടക്കേടത്ത് എന്നിവർ പങ്കെടുത്തു. ഇരിങ്ങാലക്കുടയിൽ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സിൽ നിന്ന് തെറിച്ചു വീണ കോളേജ് വിദ്യാർത്ഥിനിക്ക് പരിക്കേറ്റു. കാർളം വെള്ളാനി സ്വദേശിനിയും ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ് കോളേജിലെ 1ാം വർഷ BCom വിദ്യാർത്ഥിനിയുമായ കൈതവളപ്പിൽ വീട്ടിൽ ദിത്യയ്ക്കാണ് പരിക്കേറ്റത്. പരീക്ഷ കഴിഞ്ഞ് വരുമ്പോഴായിരുന്നു അപകടം. ബസിന്റെ വാതിൽ അടയ്ക്കാത്തതാണ് അപകട കാരണം. തലയ്ക്ക് പരിക്കേറ്റ വിദ്യാർത്ഥിനിയെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. നിറക്കാഴ്ചയായി തൃശൂർ പൂരം പെയ്തിറങ്ങി. താളവാദ്യവർണ്ണ വിസ്മയത്തിൽ അലിഞ്ഞ ശക്തന്റെ തട്ടകം. പൂരപ്രേമികളുടെ മനം നിറച്ച് കുടമാറ്റം. തിരുവമ്പാടി, പാറമേക്ക വിഭാഗങ്ങൾ നടത്തിയ കുടമാറ്റത്തിന് സാക്ഷ്യം വഹിച്ച ജനസാഗരം. ഗജവീരപ്പെരുവയിൽ വടക്കുന്നാഥനിലേക്ക് എഴുന്നള്ളി ഘടകപൂരങ്ങൾ. മേളപ്പെരുക്കത്തിൽ താളമിട്ട പൂരപ്രേമികൾ. നാഥവിസ്മയമൊരുക്കി പൂരം. പൂരപ്പെരുമ കാത്ത തിരുവമ്പാടിയുടെ മഠത്തിൽ വരവ് പഞ്ചവാദ്യം.
വാനോളം കൊട്ടിക്കയറി പാറമേക്കാവിന്റെ ഇലഞ്ഞിത്തറ മേളം. ആവേശത്തിൽ അലിഞ്ഞ മേളപ്രേമികൾ. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിലെ വിശുദ്ധ യൗസേ പിതാവിന്റെ ഊട്ടുതിരുനാളിന് നാളെ തുടക്കമാകും. കൂടുതുറക്കൽ ശുശ്രൂഷ വൈകിട്ട്. കുഴൂപ്പാറപ്പുറത്ത് 2 പേർ കിണറ്റിൽ അകപ്പെട്ടു. ഇരുവരെയും അഗ്നിരക്ഷാസേനയും നാട്ടുകാരും ചേർന്ന് രക്ഷപ്പെടുത്തി. കാട്ടകാമ്പാൽ പൂരം നാളെ. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ തിരുവുത്സവത്തിന് ഞായറാഴ്ച കൊടിയേറും. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.